ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ദിവസം രാവിലെ എഴുന്നേറ്റോടനെ എന്താണ് കാണുന്നത്? ന്യൂസ്, അപകടങ്ങൾ, ദുരന്തങ്ങൾ, ഭയപ്പെടുത്തുന്ന തലക്കെട്ടുകൾ. ഒന്ന് ചിന്തിച്ച് നോക്ക്. ഈ ന്യൂസ് ചാനല് വാർത്ത വരുന്ന സമയത്ത് എൻ്റെ കൂടെ അടിയന്തരാവസ്ഥയിലുള്ള ഒരു സംഗീതം വരും അല്ലെ, വേഗതയുള്ള അവതരണം എന്ന് പറയില്ലേ. ഇതെല്ലാം നമ്മുടെ തലച്ചോറിന് നൽകുന്ന സന്ദേശം എന്താ പറയുക? അപകടം, അപകടം, അപകടം. നമ്മുടെ തലച്ചോറിന് യഥാർത്ഥ അപകടവും നിരന്തരമായ അപകട വാർത്തകൾ കാണുന്നത് പലപ്പോഴും ഒരേ തരത്തിലുള്ള സമ്മർദ്ദ പ്രതികരണമാണ് സൃഷ്ടിക്കുന്നത്. അതിൻ്റെ അർത്ഥം ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയണ്ടെന്നല്ല, തീർച്ചയായും അറിയണം. കേരളത്തിലിപ്പോൾ മഴക്കെടുതി ഉണ്ടായാൽ സഹായിക്കാൻ കഴിയുന്നവർ സഹായിക്കണം, അനുഭാവത്തോട് നിൽക്കണം. പക്ഷെ ഒരു സഹായം ചെയ്യാത്ത മണിക്കൂറുകളോളം അതേ ദുരന്ത ദൃശ്യങ്ങൾ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ മനസ്സിനെ ബാധിക്കാൻ തുടങ്ങും. പതിയെ നമ്മുടെ ബ്രെയിൻ ഒരു നിഗമനത്തിലെത്തും, ലോകം മുഴുവൻ പ്രശ്നങ്ങൾ മാത്രമാണ്. കാരണം ഇവിടെ പരിഹാരങ്ങളുണ്ട്. പക്ഷെ വാർത്ത എന്താ കാണിക്കുന്നത്? എപ്പോഴെങ്കിലും നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ നൽകുമോ? അപ്പോൾ നമുക്ക് എന്തുണ്ടാവുക? ഭാവി എന്ന് പറഞ്ഞാൽ നിരർത്ഥകമായിട്ട് തോന്നും. ഭാവിനെ കുറിച്ച് നമുക്ക് സ്വപ്നം കാണാനുള്ള ഊർജം കുറയും, വിശ്വാസം കുറയും, പുതിയ പദ്ധതികൾ തയ്യാറാക്കാനുള്ള ആവേശം കുറയും. ഒരു കാര്യമൊന്നും മനസ്സിലാക്കണം, ഈ സംഗീതത്തിൻ്റെ ഒരു പ്രത്യേക ശക്തിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പാട്ടുകൾ കേട്ട് കേട്ട് നമ്മൾ അറിയാണ്ടത് മനപ്പാടായിട്ട് പാടാൻ തുടങ്ങൂലേ. അതുപോലെ ഭയവും അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞ ശബ്ദങ്ങളും സംഗീതവും തലച്ചോറിന് എപ്പോഴും ഒരു അലേർട്ട് മോഡിൽ, ജാഗ്രത, ഒരു സമ്മർദ്ദത്തിൻ്റെ അവസ്ഥയിലേക്കാണ് തള്ളിവിടുന്നത്. ഈ അവസ്ഥ ദീർഘകാലം തുടർന്നാൽ ചിലരിൽ ഉത്കണ്ഠയും മാനസിക സമ്മർദ്ദവും ഒക്കെ വർദ്ധിക്കാൻ കാരണമാവും. അതുകൊണ്ട് വാർത്തകൾ അറിയണം, പക്ഷേ എപ്പോഴും ഈ പ്രശ്നങ്ങൾ മാത്രം കാണരുത്, അതിൻ്റെ പരിഹാരങ്ങളും കാണും. അതിന് വാർത്ത മാത്രം കണ്ടിട്ട് കാര്യമില്ല. പ്രതീക്ഷ വേണ്ട മനുഷ്യന്. നമ്മുടെ ബ്രെയിന് എന്താണ് ആവർത്തിച്ച് കാണുന്നത് അത് തന്നെയാണ് ലോകത്തിൻ്റെ യഥാർത്ഥ ചിത്രം എന്ന് വിശ്വസിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതം ഒരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിലാവും.